ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ അത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുള്ളൂ. ഞാൻ അടുത്ത ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ ശ്രദ്ധിക്കാം. ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു റാൻഡം വേരിയബിൾ, സപ്പോസ് എ റാൻഡം വേരിയബിൾ x is set to follow gamma distribution if its probability density function is given by f of x is equal to m raised to n divided by gamma n into e raised to minus mx into x raised to n minus 1 for 0 less than x less than infinity and 0 elsewhere. അതായത് റാൻഡം വേരിയബിൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? f of x equal to m raised to n by gamma n. ഈ സിമ്പിൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ഗാമ. ഇതിനെയാണ് ഗാമ എന്നുള്ള സിമ്പിൾ എന്ന് പറയാം. ഒരിക്കലും ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നീട്ടത്തിൽ വരയ്ക്കരുത്. ഇങ്ങനെ വരച്ച് ഇവിടെ ഇങ്ങനെ അവസാനിപ്പിച്ച് അതിനുശേഷം ബ്രാക്കറ്റിനുള്ളിലാണ് വാല്യൂ എഴുതുന്നത്. അങ്ങനെയാണ് സിമ്പിൾ എഴുതുക. ഓക്കെ, അപ്പൊ അതിന് പറയുന്നത് ഗാമ എന്നാണ് സിമ്പിളിന്റെ പേര്. സോ m raised to n by gamma n e raised to minus mx into x raised to n minus 1. എക്സിന്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ആൻഡ് 0 elsewhere. ഇനി ഒരു റാൻഡം വേരിയബിൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണു എന്ന് പറഞ്ഞാല് ഈ എഫ് ഓഫ് എക്സിന്റെ ഈ ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എമ്മും എന്നുമാണ്. എം ആൻഡ് എൻ ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അതായത് എമ്മും എന്നും ആണ് ഇവിടെ അൺനോൺ കോൺസ്റ്റൻസ് ആയിട്ട് ഇരിക്കുന്നത്. അതിന്റെ വാല്യൂ നോൺ ആണെങ്കിൽ നമുക്ക് ഗാമ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി നോൺ ആവും. അതുകൊണ്ട് എം ആൻഡ് എൻ ആർ നോൺ ആസ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് ഒരു റാൻഡം വേരിയബിൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഫോളോസ് ഗാമ ഓഫ് എം കൊമ എൻ എന്നോ അല്ലെങ്കിൽ എക്സ് ഫോളോസ് ഗാമ ക്യാപിറ്റൽ ജി ഓഫ് എം കൊമ എൻ, ഈ രണ്ട് നൊട്ടേഷനിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന്റെ അർത്ഥം എക്സ് ഈസ് എ ഗാമ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ എം ആൻഡ് എൻ. ഒന്നില്ലെങ്കിൽ ഈ സ്മോൾ ലെറ്റർ ഗാമയില് നമ്മുടെ ഗ്രീക്ക് ലെറ്റർ ആണ്, ഈ ലെറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ജി എന്നുള്ളത് യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഗാമ വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ഫോം എന്ന് പറയുന്നത് m raised to n by gamma n into e raised to minus mx into x raised to n minus 1 എന്ന ഫോമിലായിരിക്കണം. എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ആൻഡ് 0 elsewhere. ഈ ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എമ്മും എന്നും ആണ്. സോ നമ്മൾ ഒരു റാൻഡം വേരിയബിൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാം എക്സ് ഫോളോസ് ഗാമ ഓഫ് എം കൊമ എൻ. ഒന്നില്ലെങ്കിൽ ഈ നൊട്ടേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ജി ഓഫ് എം കൊമ എൻ ആണ് യൂസ് ചെയ്യുക ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എഴുതാം. എഴുതും. ഡെഫിനിഷൻ ഗാമ ഡിസ്ട്രിബ്യൂഷന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് താഴെ ഡെഫിനിഷൻ എഴുതുക. ഡെഫിനിഷൻ: a continuous random variable x is a continuous random variable x is set to follow a gamma distribution. A continuous random variable x is set to follow a gamma distribution if its probability density function is given by f of x is equal to m raised to n by gamma n
m raised to n by gamma n e raised to minus mx into x raised to n minus 1. Where 0 less than x less than infinity and 0 elsewhere. Also m comma n greater than 0. m ഉം n ഉം greater than 0 ആയിരിക്കണം. m greater than 0, n greater than 0. And we write a random variable which follows a gamma distribution as, and we write a random variable which follows a gamma distribution as x follows gamma of m comma n. Board x follows gamma of m comma n, or x follows capital G of bracket n comma n. X follows gamma of bracket m comma n, or x follows capital G of m comma n. Here m and n, small letter m and small letter n are the parameters of gamma distribution. Here small m comma n are the parameters of gamma distribution. എഴുതിയോ? എഴുതി മിസ്സേ. ഓക്കെ, ഞാൻ അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. നോട്ട് പോയിന്റ് ആയിട്ട് എഴുതാം. Since integral 0 to infinity e raised to minus mx into x raised to n minus 1 dx equal to gamma n divided by m raised to n. Since integral 0 to infinity e raised to minus mx into x raised to n minus 1 dx is equal to gamma n divided by m raised to n. We have integral 0 to infinity f of x dx equal to integral 0 to infinity f of x എന്ന് പറഞ്ഞാൽ m raised to n by gamma n into e raised to minus mx into x raised to n minus 1 dx equal to m raised to n by gamma n constant ആണ്. അതിനെ നമ്മൾ പുറത്തെടുത്തി. ബാക്കി integral 0 to infinity e raised to minus mx into x raised to n minus 1 dx equal to m raised to n by gamma n into ഈ ഇന്റഗ്രൽ ഓൾറെഡി നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഗാമ n by m raised to n. സോ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു 1. അതായത് ടോട്ടൽ ഇന്റഗ്രൽ 1, ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്ന് കിട്ടി. ഈ ഇന്റഗ്രലിന്റെ ഇവിടെ നമ്മൾ ആദ്യം എഴുതിയ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ പഠിച്ചു വെക്കണം. നമുക്ക് മൊമെന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ആവശ്യം വരുന്നത്. ഇന്റഗ്രൽ 0 to infinity e raised to minus mx into x raised to n minus 1 dx നെ നമുക്ക് എങ്ങനെ എഴുതാം? x ന്റെ പവറിൽ ഏതാണോ അത് ഗാമ n ഡിവൈഡഡ് ബൈ m raised to n ആയിട്ട് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഇന്റഗ്രൽ 0 to infinity അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൊക്കെ ചെയ്താൽ കിട്ടും. ഇന്റഗ്രൽ 0 to infinity e raised to minus mx into x raised to n minus 1 dx നെ നമുക്ക് ഗാമ n by m raised to n എഴുതാം. സോ അതുകൊണ്ട് ഇന്റഗ്രൽ 0 to infinity f of x dx എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം? 1 ആണെന്ന് പറയാം. എഴുതിയോ?
മിസ് എഴുതി. ഓക്കെ, ഈ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. when n equal to 1, when n equal to 1 in the probability density function of gamma distribution, when n equal to 1 in the probability density function of gamma distribution, we get n equal to 1 ആവുമ്പോൾ നമ്മുടെ f of x എങ്ങനെയാവും? we get f of x equal to m raised to n ആണ്. അപ്പൊ m raised to 1, n 1 അല്ലേ? m raised to 1 by gamma 1 e raised to minus mx into x raised to n minus 1 എന്നാൽ 1 minus 1. എന്ത് കിട്ടി? gamma 1 എന്ന് പറഞ്ഞാൽ gamma 1 is 1. so m raised to 1 എന്ന് പറഞ്ഞാൽ m e raised to minus mx, x raised to 1 minus 1 is x raised to 0, that is 1. so m into e raised to minus mx, where x greater than 0, m greater than 0 and 0 elsewhere. ഇത് ഏത് ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്? m into e raised to minus mx എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി ആണത്? f of 1 ന്റെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണിത്. അതായത് ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ n equal to 1 എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? exponential distribution. so exponential distribution is a special case of gamma distribution, or gamma distribution is a generalization of exponential distribution. When n equal to 1 in the PDF of gamma distribution, we get f of x is equal to m into e raised to minus mx, where x greater than 0, m greater than 0 and 0 elsewhere, comma which is an exponential distribution, which is an exponential distribution, which is an exponential distribution. Therefore exponential distribution is a special case of exponential distribution is a special case of gamma distribution. Gamma distribution, or x follows gamma of m comma 1. x follows gamma of m comma 1. എന്തിനു പകരം 1? x follows gamma of m comma 1 means x has an exponential distribution. Means x has an exponential distribution. x has an exponential distribution. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. Gamma distribution, the gamma distribution with parameters, the gamma distribution with parameters m and n, the gamma distribution with parameters m and n are known as two-parameter gamma distribution. The gamma distribution with parameters m and n are known as two-parameter gamma distribution. Two-parameter gamma distribution. Video. Okay. When at the point when m equal to 1, when m equal to 1, the two-parameter gamma distribution reduces to
one parameter gamma distribution. When n equal to 1, the two parameter gamma distribution reduces to one parameter gamma distribution with PDF. With PDF, f of x is equal to f. എന്താ? Okay. When m equal to 1, the two parameter gamma distribution reduces to one parameter gamma distribution with PDF. F of x equal to e raised to minus x raised to n minus 1 divided by gamma n, where x greater than 0, n greater than 0 and 0 elsewhere. When m equal to 1, the two parameter gamma distribution reduces to one parameter gamma distribution with PDF. F of x is equal to e raised to minus x raised to n minus 1 divided by gamma n, where x greater than 0, n greater than 0 and 0 elsewhere. And we represent it as x follows gamma of n, or x follows gamma of n, capital G of n. Moments. Gamma distribution കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. എന്താണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ PDF, മീന്, വേരിയൻസ്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡിസ്ട്രിബ്യൂഷനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് എന്താ PDF എന്നും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് മൊമെന്റ്സ്. മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, എഴുതണ്ട, ഇവിടെ ശ്രദ്ധിക്കുക, ചെയ്യരുത് കേട്ടോ. ലെറ്റ് എക്സ് ഫോളോസ് ഗാമ ഓഫ് m, n അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, സോ ഇറ്റ്സ് f of x is equal to m raised to n by gamma n into e raised to minus mx into x raised to n minus 1 for 0 less than x less than infinity, m greater than 0, n greater than 0 and 0 elsewhere. We need to find moments. That is mu r dash equal to expected value of x raised to r, which is equal to integral over x raised to r into f of x dx. But x in the range integral 0 to infinity ആണ്. So x raised to r into നമ്മുടെ f of x എന്ന് പറഞ്ഞാൽ m raised to n by gamma n e raised to minus mx x raised to n minus 1 dx. കോൺസ്റ്റന്റുകളൊക്കെ നമ്മൾ പുറത്തേക്ക് നിർത്തി, m raised to n by gamma n നമ്മൾ പുറത്ത് നിർത്തി. സോ ഇന്റഗ്രൽ 0 to infinity e raised to minus mx x raised to r ഉണ്ട്, ഇവിടെ x raised to n minus 1 ഉണ്ട്. രണ്ടിനും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോ x raised to n plus r minus 1 dx എഴുതാം അല്ലേ? ക്ലിയർ അല്ലേ ഇതുവരെ? മൊമെന്റ്സ് എനിക്ക് ഇത് വായിക്കണമെങ്കിൽ ഇത് എഴുതി നിങ്ങൾ എഴുതിയതിനു ശേഷം വായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുവരെ എഴുതാം. മൊമെന്റ്സിന് എഴുതാം. താഴെ എഴുതാം let x follows gamma of m, n. Let x follows gamma m n. Then f of x is equal to m raised to n by gamma n, m raised to n by gamma n
e raised to minus mx, e raised to minus mx x into x raised to n minus 1 into x raised to n minus 1 for 0 less than infinity, for 0 less than m greater than 0, n greater than 0 and 0 elsewhere. ഇതെന്തുണ്ടായേ സൗണ്ട്? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? അമൃത അമൃത Okay. ഇനി ഞാൻ Now mu r dash equal to expected value of x raised to r, expected value of x raised to r equal to integral over x integral over x x raised to r into f of x dx equal to integral 0 to infinity x raised to r into നമ്മുടെ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എം റേസ് ടു എൻ ബൈ ഗാമ എൻ ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു എം റേസ് ടു എൻ ബൈ ഗാമ എൻ പുറത്തേക്ക് എടുക്കുക, ബാക്കിയുള്ളതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് ആർ മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇനിയിപ്പോൾ എഴുതണ്ട, ഇവിടെ ശ്രദ്ധിക്കുക, എം റേസ് ടു എൻ ബൈ ഗാമ എൻ. ഈ ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്? ഗാമ ഓഫ് എൻ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എം റേസ് ടു എൻ പ്ലസ് ആർ. അങ്ങനെ എഴുതാൻ എന്താ കാരണം? സിൻസ് വി നോ ദാറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു ഗാമ എൻ ബൈ എം റേസ് ടു എൻ അല്ലെ? ഇത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇവിടെ ഈ എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നു? എൻ പ്ലസ് ആർ വന്നു. സോ ഗാമ എൻ പ്ലസ് ആർ എന്നായി. എമ്മിന്റെ സ്ഥാനത്ത് എം തന്നെ, എന്നിന്റെ സ്ഥാനത്ത് മാത്രം എൻ പ്ലസ് ആർ വന്നു. സോ ഇതിനെ ഈ ഇന്റഗ്രലിനെ നമുക്ക് ഈ ഇന്റഗ്രലിന്റെ ഫോമിലാക്കിയാൽ ഇതിനെ നമുക്ക് ഗാമ എൻ പ്ലസ് ആർ ബൈ എം റേസ് ടു എൻ പ്ലസ് ആർ എന്ന് എഴുതാം. സംശയം ഉണ്ടോ എഴുതിയല്ലേ? അത് ശരിക്കും നമ്മള് ഇത്രയും വ്യത്യാസമുള്ളൂ. ഈ ഇന്റഗ്രലും ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. എന്നിന്റെ സ്ഥാനത്ത് എൻ പ്ലസ് ആർ വന്നു എന്നേ ഉള്ളൂ. സോ ഗാമ എന്നിന്റെ അവിടെയെല്ലാം എൻ വരുന്ന അവിടെയെല്ലാം എൻ പ്ലസ് ആർ വന്നു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എം റേസ് ടു എൻ ബൈ ഗാമ എൻ ഇൻറ്റു ഗാമ എൻ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എം റേസ് ടു എൻ പ്ലസ് ആറിനെ എം റേസ് ടു എൻ ഇൻറ്റു എം റേസ് ടു ആർ. എം റേസ് ടു എൻ ക്യാൻസൽ ചെയ്ത് പോയി. സോ നമുക്ക് എന്ത് കിട്ടി? ഗാമ ഓഫ് എൻ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എം റേസ് ടു ആർ ഇൻറ്റു ഗാമ എൻ. അതാണ് എന്ത്? മ്യൂ ആർ ഡാഷ്. എഴുതൂ. ഈക്വൽ ടു എം റേസ് ടു എൻ ബൈ ഗാമ എൻ ഇൻറ്റു ഗാമ എൻ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എം റേസ് ടു എൻ പ്ലസ് ആർ. ബ്രാക്കറ്റിൽ എഴുതുക. സിൻസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e raised to minus mx into x raised to n minus 1 dx equal to gamma n by m raised to n. ബോർഡിലുണ്ട്. Since integral 0 to infinity e raised to minus mx into x raised to n minus 1 dx equal to gamma n by m raised to n. Therefore mu r dash equal to m raised to n by gamma n into gamma n plus r divided by m raised to n into m raised to r. So m raised to n cancel ചെയ്തു പോകും. So mu r dash equal to gamma n plus r by
m raised to r into gamma n. അമൃതല്ലേ അമൃതം. എഴുതിയോ? അമൃത അമൃത